വേടന് ഇന്നലെ ജാമ്യം ലഭിച്ചു. പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം കൊടുത്തത്. ജാമ്യത്തിനെ എതിർത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, പക്ഷെ അത് വിലപ്പോയില്ല. വേടൻ തുറന്നു പറഞ്ഞു കോടതിയിൽ, തനിക്ക് ഒരു ആരാധകൻ തന്നതാണ് പുലിപ്പല്ല്, അത് ചെന്നൈയിൽ വെച്ച് തന്നതാണ്. അയാളൊരു വിദേശിയാണ്, സിലോൺകാരനാണ്. വേടന്റെ പൂർവികരും സിലോൺകാർ തന്നെയാണ്, സംശയമില്ല. വേടന്റെ ആത്മാർത്ഥമായ ഒന്ന് രണ്ട് വാക്കുകൾ കേട്ടു. മദ്യവും ലഹരിയും ഒഴിവാക്കാമെന്ന് വാഗ്ദാനം നൽകി ഇന്നലെ. വളരെ നല്ല കാര്യം. കാരണം വേടന്റെ സംഗീതം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ധാരാളം പേര് അത് ആസ്വദിക്കുന്നുണ്ട്. ഇന്നലെ വേടൻ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ വേടന്റെ അടുത്ത ഒരു ഗാനം കൂടി, അടുത്ത ഒരു പാട്ട് കൂടെ വെളിയിലോട്ട് വന്നു. ആ റാപ്പ് സംഗീതത്തിന്റെ മാതൃകയിൽ തന്നെ അടുത്ത ഗാനം കൂടെ റിലീസ് ചെയ്തു ഇന്നലെ. നല്ല കാര്യം. വേടനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ വേടൻ പറയുന്നതും അദ്ദേഹം എഴുതുന്ന ഗാനങ്ങളും റാപ്പിൽ കിടന്ന് തുള്ളുമ്പോഴും പറയുന്നതെല്ലാം കീഴാള സംഗീതം തന്നെയാണ്. കാരണം ഭരണഘടന അനുസരിച്ച് ജാതിക്കെതിരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് വേടൻ. അതുകൊണ്ട് വേടനെ അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. പക്ഷേ വേടൻ പറഞ്ഞുകൊണ്ടിരുന്നത് മദ്യത്തിനും അതുപോലെ തന്നെ സിന്തറ്റിക് ഡ്രഗ്സിനും ഒക്കെ എതിരാണ്, ഞാൻ ലഹരിക്കെതിരാണ് എന്ന് സ്റ്റേജിൽ പറയുകയും അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് ആ ലഹരി സാധനങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തതോടെയാണ് വേടനെ പറ്റി വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങൾ സമൂഹത്തിൽ രൂപം കണ്ടത്. ഫോറസ്റ്റ് മിനിസ്റ്റർ തന്നെ വേടനെ പോർത്തി പറയുന്നത് കേട്ടു. കാരണം ചെറുപ്പക്കാരായ കുട്ടികൾക്ക് മാതൃകയാകാൻ കരുത്തുള്ള ഒരു കഥാപാത്രം തന്നെയാണ് വേടൻ. വേടൻ പറഞ്ഞ്, ഞാൻ പുലിയെ കൊന്നില്ല, പുലിയുടെ പല്ല് എനിക്ക് ഒരാൾ നൽകിയതാണ്. ആ അന്വേഷണത്തോട് കൃത്യമായി വേടൻ ചോദിച്ചുകൊണ്ടിരുന്നു. മദ്യം സ്ഥിരമായി ഒഴിവാക്കാൻ ശ്രമിക്കാം എന്ന് വാക്ക് നൽകി ഓപ്പണായിട്ട്. അദ്ദേഹം സിന്തറ്റിക് ഡ്രഗ്സിനെതിരായിട്ടാണ് ഓരോ സ്റ്റേജിലും സംസാരിച്ചുകൊണ്ടിരുന്നത്. മക്കളെ, നിങ്ങൾ പിശാചുക്കളാവും, സിന്തറ്റിക് ഡ്രഗ്സ് കഴിക്കരുത്. കാരണം അത് വളരെ ദൂഷ്യമുള്ള സാധനം തന്നെയാണ് സിന്തറ്റിക് ഡ്രഗ്സ്. അത് നമ്മൾ തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് കഴിച്ചുവരുന്നാൽ അധികം ദീർഘായുസുണ്ടല്ലോ, പെട്ടെന്ന് മരിച്ചു പോകുന്നുള്ള എത്രയോ ഉദാഹരണം കേരളത്തിൽ തന്നെയായി. അതുകൊണ്ട് ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം വീണ്ടും വിചാരം വന്നത് നന്നായി. താനെ കഴിവുള്ളിടത്തോളം മദ്യവും ലഹരിയും ഒഴിവാക്കാം, അതിന് ശ്രമിക്കാം, അതിന് ട്രീറ്റ് നടത്താം എന്ന് ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം ഇന്നലെ ആ പുലിപ്പല്ല് മാലയായിട്ട് കെട്ടിക്കൊടുത്ത തൃശ്ശൂരിലെ അവിടുത്തെ സ്വർണ്ണപ്പണിക്കാരുടെ അടുത്ത് പോയി തെളിവുകൾ എടുത്തു. ഏതായാലും അന്വേഷണത്തിന് തുടക്കം മുതലേ സഹായിച്ചു തന്നെയാണ് നിന്നത്. മറ്റ് രീതിയിൽ അവരെ പറ്റിക്കാനും പിടിക്കാനും ഒന്നുമില്ല. വേടന്റെ വീട് പോയി പരിശോധിച്ചു. അവിടെ അമ്പും വില്ലും ഇല്ല, അവിടെ തോക്കും ഇല്ല, അയാൾ വേട്ടക്കാരനും അല്ല. അത് തന്നെയല്ല, വേടന്റെ കാര്യം നമ്മൾ നിയമപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരാൾ സംഭാവന കൊടുത്ത അത് ഇന്ത്യൻ വൈൽഡ് ലൈഫിൽ പെട്ട പുലി പല്ലാണോ എന്ന് സ്ഥാപിക്കാൻ ഈ ഫോറസ്റ്റിന് കഴിയില്ല. അദ്ദേഹം കൈവശം വെച്ചു എന്നത് ശരിയാണ്, അതൊരാൾ സംഭാവന കൊടുത്താണ്. അയാളെ ശ്രീജിത്ത് കുമ്പിടി എന്ന ഒരാളാണെന്ന് പറയുന്നു. അയാളെ കണ്ടെത്തുമെന്ന് നോക്കട്ടെ. അയാൾക്ക് എവിടെ നിന്ന് കിട്ടി, അയാൾ വിദേശത്ത് നിന്ന് ആണ് കൊടുത്തതെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേടനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. വേടന്റെ മനംമാറ്റം നന്നായിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം വേടത്തിന് ഒരു രാഷ്ട്രീയമുണ്ട്, കീഴാള രാഷ്ട്രീയമുണ്ട്. അതാണ് കൂടെ കൂടെ പ്രസംഗിക്കുമ്പോൾ പറയുന്നത്. അത് നല്ല കാര്യം. ഇന്ത്യയിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ എല്ലാവരുടെയും ജാതി ചിന്ത പുറത്തു കളയാനുള്ള ശ്രമത്തിന്റെ ഫലം തന്നെ. അതുകൊണ്ട് ആ കാര്യത്തിലെ വേടനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇനിയുള്ള മുന്നോട്ടുള്ള പുള്ളിയുടെ പ്രയാണത്തിലെല്ലാം ഈ ജാതി ചിന്ത കളയാനുള്ള ശ്രമം ഉണ്ടാകുമെന്നും താൻ ഒരിക്കലും ഇനി മദ്യത്തിന് അടിമയാകത്തില്ല, മദ്യവും ലഹരിയും ഒഴിവാക്കാൻ ശ്രമിക്കും എന്നുള്ള വാഗ്ദാനോടെ നൽകിയിരിക്കുന്നു. നല്ല മനസ്സുറപ്പുള്ള, നല്ല കാര്യബോധമുള്ള, നല്ല സ്റ്റേണായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് വേടൻ. അതുകൊണ്ട് പൊതുജനങ്ങൾ ഇപ്പൊ സംഭവിച്ചത് അങ്ങ് മറക്കണമെന്നാണ് ഞാൻ പറയുന്നത്. വേടന്റെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. കീഴാളരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം തന്നെയാണ്. അതുകൊണ്ട് വേടനെ പ്രകീർത്തിക്കാണ്ട് വരും നമ്മൾ. കാരണം വളരെയധികം കുട്ടികളെ വേടൻ പെട്ടെന്ന് പുള്ളിയുടെ വശത്തേക്ക് ആക്കുന്നു. അങ്ങനെയുള്ള ആള് പറയുന്ന വാക്കുകൾക്ക് ആ കുട്ടികൾ തീർച്ചയായിട്ടും ഒരു പരിഗണന നൽകും. കുറെ ആൾക്കാരെയൊക്കെ നമുക്ക് മദ്യത്തിൽ നിന്നും ലഹരിയിൽ നിന്നും മോചിപ്പിക്കാൻ ഇനിയുള്ള വേടന്റെ പ്രവൃത്തി മൂലം നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേടനെ ഓരോ റാപ്പ് സംഗീതത്തിലും പുതിയ പുതിയ ഭാഷയിലും
പുതിയ പുതിയ വാക്കുകളിലും പുതിയ പുതിയ സംഗീതത്തിന്റെ ടോണിലും വ്യത്യാസപ്പെടുത്തിയാണ് റാപ്പിൽ കിടന്ന് അദ്ദേഹം തുള്ളിച്ചാടുന്നത്. അതിനൊപ്പം ആ സ്റ്റേജിന്റെ മുമ്പിൽ തടിച്ചുകൂടുന്ന ചെറുപ്പക്കാരുണ്ട്. കാരണം കനോക്കുന്നിൽ തന്നെ 10,000-10,000 പേർക്ക് ഇരിക്കുന്നിടത്ത് ഏകദേശം 50,000 പേരോളം വന്നപ്പോൾ പാട്ട് നിർത്തിച്ച് ലോ ആൻഡ് ഓർഡർ പ്രശ്നം മ്യൂസിയം പോലീസ് ഒഴിവാക്കുകയായിരുന്നു ചെയ്തതെന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് പല സ്ഥലത്തും വേടനോടുള്ള എതിർപ്പ് കൊണ്ടല്ല, വേടനോട് ഈ പല സ്ഥലത്തും പുള്ളിയുടെ സംഗീതം നിർത്തിച്ചു വെക്കുന്നത് കാരണം ജനക്കൂട്ടത്തിന്റെ ബാഹുല്യം, ചെറുപ്പക്കാരുടെ ബാഹുല്യം, അതൊരു നല്ല ലക്ഷണമായിട്ട് ഇപ്പം തോന്നുന്നുണ്ട്. കാരണം വേടൻ പറഞ്ഞാൽ പലർക്കും കേൾക്കും, അനുസരിക്കും. വേടൻ തന്നെ മദ്യപാനം നിർത്തുകയാണെന്ന് പറഞ്ഞ് അത് കുട്ടികൾക്ക് ഒരു മാർഗം തന്നെയാണ്. കുട്ടികൾക്ക് ഒരു 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 വ്യക്തിയെ തന്നെ അത് പറയുന്നവരും അവരിഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെ പറയുന്നത് കുട്ടികൾ കേൾക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വേടനെ ഇനി രംഗത്ത് വരട്ടെ, പ്രൊമോട്ട് ചെയ്യണം ആൾക്കാർ. വേടന്റെ മദ്യപാനത്തിനും ലഹരിക്കും എതിരായിട്ടുള്ള ശബ്ദം തുടർച്ചയായിട്ട് പുറത്തിട്ട് വരട്ടെ. വേടന്റെ മനസ്സ് മാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ ഇത്. അതേപോലെ നമ്മൾ വേറൊരു കാര്യം ആലോചിക്കണം, ഈ കേസ് നിലനിൽക്കുമെന്ന സംശയമാണ് എനിക്ക്. നിയമപരമായിട്ട് നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇന്ത്യയിലുള്ള ഒരു വൈൽഡ് ലൈഫിനെ അല്ല വേടൻ, വൈൽഡ് ലൈഫിന്റെയും പല്ല് അല്ല വേടൻ ഉപയോഗിച്ചത്. അതൊരാൾ തന്ന ആളെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിദേശത്തു നിന്ന് കൊണ്ടുവന്നതാണെങ്കിൽ അതിനകത്തൊരു ഒഫൻസ് ഇന്ത്യയിൽ നിലനിൽക്കില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പലരുടെയും പെൺകുട്ടികളുടെ എല്ലാം ആൺകുട്ടികളുടെയും എൻ്റെ കയ്യിൽ റിങ് ഇട്ടിരിക്കുന്ന ആനവാല് കൊണ്ടാണ്. അതുപോലെ തന്നെ വളയിടുന്നതും ചില പെൺകുട്ടികളുടെ വളയിലെ 1-2 ആനവാല് കിടക്കുന്ന കാണാം. ആനയെ കൊന്നിട്ടാണ് ആനവാൽ എടുത്തത് നമുക്ക് പറയാൻ ഒക്കുമോ? അപ്പൊ അതുകൊണ്ട് അതുപോലെയുള്ള ഒരു നിയമപ്രശ്നം മാത്രമാണ് ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് നിയമപരമായിട്ട് വേടനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതൊരു അൺഡിറ്റക്റ്റഡ് കേസായിട്ട് ഫോറസ്റ്റ് ട്രീറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇതിന്റെ സോഴ്സ് കണ്ടെത്താൻ കഴിയില്ല. ഇത് എവിടുന്ന് കിട്ടിയെന്ന് പറയുന്ന അത് വേടൻ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. വേടന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരാൾ വേടന് കൊടുത്തൊരു ആരാധകൻ കൊടുത്തതാണ്. അത് ആളെ കണ്ടെത്തി അയാൾ വിദേശത്തായാലും മൊബൈലിൽ കൂടി ആയാലും ശരി അയാളുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ കൊടുത്താണോ എന്ന് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ നിയമം പിന്നെ ഇന്ത്യൻ നിയമം അനുസരിച്ച് അത് നിലനിൽക്കത്തില്ല. ഇന്ത്യയിലെ ഒരു വൈൽഡ് ആനിമലിനെയും വേടൻ കൊന്നിട്ടില്ല, വേടന്റെ സുഹൃത്തും കൊന്നിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്.